കഴുകി വൃത്തിയായിട്ട് കഴുകി പുഴുങ്ങണം. പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി പൊടിക്കണം. അപ്പം മഞ്ഞൾപ്പൊടി കിട്ടും. പുഴുങ്ങാൻ കളയ്ക്കുക. വെച്ചത് പക്ഷേ അതെല്ലാം അങ്ങ് അടിയിലോട്ട് പോയി. മഞ്ഞൾ കളച്ചത് എല്ലാം പറിച്ച് കളഞ്ഞിട്ട് അതെല്ലാം പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി പിന്നെ കഴുകണം. അതാ നടുന്നതില്ലേ? ഇതാ നടുന്നത്. ഈ വിത്താണ് നടുന്നത്. ഇതിന്റെ വിത്ത് എടുത്ത് നടണം. ഈ കൊച്ചത് കുണ്ടയല്ല, വിത്തെടുത്ത് നടുത്തിട്ട് തീരെ പൊടിയുണ്ട്, അതെടുത്ത് നടണം. പിന്നെ ഈ കുണ്ട വൃത്തിയാക്കി മുഖത്ത് തേക്കാനും നല്ലതാണ്. നല്ല കളർ കിട്ടും മുഖത്ത് തേച്ച് കുളിച്ച്. അത് കസ്തൂരി മഞ്ഞളല്ലേ? അല്ല, ഈ മഞ്ഞൾ കസ്തൂരി മഞ്ഞളിനെക്കാട്ടി മുഖത്തുള്ള അഴുക്കുകൾ പോകുന്നത്, മുഖത്ത് കളർ വീഴുന്നത് നമ്മുടെ നാടൻ മഞ്ഞളിൻ്റെ ഉണ്ടയാണ്. ഇതൊക്കെ മഞ്ഞൾ പിടിക്കും. വളമൊന്നും ഇട്ടില്ലായിരുന്നില്ലേ? ഒന്നും ഇട്ടില്ല. അതുകൊണ്ടല്ല അവിടെ നിന്ന ഒരു മൂട്ടിനകത്ത് നല്ല വളം ഇട്ട് ഇച്ചിരി ചാണകം ഇട്ട്. അതുകൊണ്ടത് കിളച്ചത് ഇഷ്ടം തുടങ്ങി. കിളച്ച് ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് കഴുകണം. ഇതെല്ലാം വൃത്തിയാക്കാനുണ്ട് ഇതിനകത്ത്. നല്ല പണിയുണ്ട് ഇതിനകത്തല്ലേ? ജോലിയുണ്ട്. എല്ലാം വൃത്തിയാക്കി എത്ര നേരം ഇരുന്ന് ഇതെല്ലാം കഴുകും. ആവശ്യത്തിനും ഉണ്ട്. നമുക്ക് മറ്റു വെളിയിൽ കൊടുക്കാനോ മറ്റൊന്നിനും ഇല്ല. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതെല്ലാം നല്ല വൃത്തിയാക്കണമല്ലേ? ഇതെല്ലാം നല്ല വൃത്തിയാക്കണം. ഇത് വൃത്തിയാക്കി കഴുകണം. മൂട് മഞ്ഞളായിരിക്കും. ഒരു മൂടാണിത്. ഇനി ഇതിനെ അടക്കണം. ഇങ്ങനെ അടക്കി എടുത്തിട്ട് ഒരു മൂട് മഞ്ഞൾ ഇനി ഇത് അടത്തണ്ടേ? അടത്തിയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓരോന്നെടുത്ത് ഇനി വൃത്തിയാക്കണം. ഇങ്ങനെ അടത്തി എടുത്തിട്ട് മഞ്ഞൾ ഇങ്ങനെ അടക്കണം. അടത്തിട്ട് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഈ വേരിങ്ങനെ കണ്ടിച്ച് കളയണം. അതേ വേര് കണ്ടിക്കുമ്പോൾ അതിനകത്ത് കൊള്ളരുത്. മഞ്ഞളിനകത്ത് കൊള്ളരുത്. അത് പുഴുങ്ങുമ്പോൾ അതിൻ്റെ കളർ പോകും. അതുകൊണ്ട് ഇതിന് മഞ്ഞളെ കൊള്ളാതെ ഈ വേരിങ്ങനെ കണ്ടിച്ച് കളഞ്ഞിട്ട് കഴുകണം. വൃത്തിയായിട്ട് കഴുകണം. മണ്ണെല്ലാം പോകണം. മണ്ണ് എല്ലാം പോക്കി കഴുകിയിട്ട് വേണം പുഴുങ്ങാൻ. പുഴുങ്ങിയിട്ട് നമ്മൾ ഈ വലിയ ഇതിൻ്റെ ആ വിത്തെടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് മാത്രം നമ്മൾ മുറിച്ചിടണം. പുഴുങ്ങി എടുത്തിട്ടേ മുറിച്ചിടാവൂ. പുഴുങ്ങുന്നതിന് മുമ്പ് മുറിച്ചിടണം. ഇങ്ങനെ ഇട്ട് പുഴുങ്ങണം.